ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരു ഹുണ്ടായി i10 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഹാർഡാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോഴൊക്കെ അതായത് സ്റ്റക്കായി പെഡൽ മേളിലോട്ട് വരുന്ന പോലുള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഗിയർ വീഴാനായിട്ടും ഇതിന് പാടാണ്. അതായത് ക്ലച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഗിയർ വീഴാനുള്ള പാട് വരുന്നത്. അതായത് ഫസ്റ്റ് റിവേഴ്സ് ഏറ്റവും നല്ല പാടാണ്. പക്ഷേ ഓട്ടത്തിൽ നമുക്ക് വലിയ ഫീല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ക്ലച്ച് നമ്മൾ ഏകദേശം ബ്രേക്കിനെക്കാട്ടിൽ ഹാർഡ് പോലെ രീതിയിലാണ് ഇതിൻ്റെ ക്ലച്ചിൻ്റെ പെഡൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ പ്രശ്നം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ക്ലച്ച് കേബിൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ക്ലച്ച് കേബിൾ നല്ല ഫ്രീ ആണ്. അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ക്ലച്ച് കേബിളിൻ്റെ ഭാഗം നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് കേബിൾ. ക്ലച്ച് കേബിൾ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആണ്. ഇതിൽ വേറെ ടൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫ്രീ ആണ്. അപ്പോൾ ഈ ക്ലച്ച് ടൈറ്റുള്ള വണ്ടികളിൽ കേബിൾ ടൈറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. അതിനും ടൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് അഴിക്കുക, അതിൻ്റെ പ്രഷർ പ്ലേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ റിലീസ് ബെയറിങ്ങിൻ്റെ ആ ഒരു ഫോർക്കിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രശ്നം വരും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ച് വെച്ചേക്കാണ്, നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സും കാര്യങ്ങളും ഫുള്ളായിട്ട് അഴിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലച്ചിൻ്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് വരുന്നത്. അപ്പോൾ ക്ലച്ച് ഡിസ്കിൻ്റെ അവസ്ഥ നോക്കിയാലേ മനസ്സിലാവും. ഇപ്പോൾ റിവിറ്റ് പിടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്കിൻ്റെ ഒരു അവസ്ഥ. ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ വെട്ട് വരുമ്പോൾ തന്നെ ക്ലച്ച് മാറേണ്ട ഒരു അവസ്ഥയായി. ഈ വെട്ടും കഴിഞ്ഞിട്ട് ഈ ഭാഗത്തൊക്കെ ക്ലച്ച് സ്ലിപ്പിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ കാലം ഈ സെക്കൻഡൊക്കെ എടുക്കുന്ന വണ്ടികളാണെങ്കിൽ എടുക്കുമ്പോഴേ ക്ലച്ച് ടൈറ്റ് ആയിരിക്കും. നമ്മൾ വിചാരിക്കും ശരിക്കും ഈ ക്ലച്ച് ടൈറ്റ് ഇതിനുള്ളതാണെന്ന് വിചാരിക്കും. നമ്മളിങ്ങനെ ഓടിച്ച് പോകുമ്പോൾ ക്ലച്ച് കേബിൾ ഉള്ള വണ്ടിയാണെങ്കിൽ കേബിൾ പൊട്ടിപ്പോയി വഴി കിടക്കാനുള്ള അവസ്ഥ വരും. അതുപോലെ തന്നെ ക്ലച്ച് സ്ലിപ്പായി വഴി കിടക്കാനുള്ള അവസ്ഥ വരും. ക്ലച്ച് അതുപോലെ തന്നെ ഈ വണ്ടി എഞ്ചിൻ റേസ് ആകും, പക്ഷേ വണ്ടി മൂവ് ആവാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലോങ് ഒക്കെ പോകുന്ന അവസരത്തിലൊക്കെ ഈ ക്ലച്ചിന് ടൈറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലച്ചിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ പാടുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് ഏറ്റവും പ്രശ്നം ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറിനാണ്. അതായത് ഫിംഗർ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഇത് ബ്ലേഡ് പോലെ ആയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഫിംഗറിൻ്റെ പ്രശ്നം, ഈ ഫിംഗർ താന്നാണ് ഇരിക്കുന്നത്. അതായത് ഇതിൻ്റെ പ്രഷറിന് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഈ സൈഡ് വെച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ ഫിംഗർ താന്നാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിംഗർ താന്നാണ് ഇരിക്കുന്നത്, ഇവിടെ താന്നാണ് ഇരിക്കുന്നത്. ഇങ്ങനെ സൈഡ് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിംഗറിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫിംഗറിൻ്റെ പ്രശ്നം, അതായത് ഇതിൻ്റെ പ്രഷർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലച്ച് ടൈറ്റ് കൂടുതലായിട്ടും അനുഭവപ്പെടും. ഇനി നമുക്ക് ഇതിൻ്റെ റിലീസ് ബെയറിങ്ങിൻ്റെ അവസ്ഥ നോക്കാം. നമ്മളിപ്പോൾ റിലീസ് ബെയറിങ്ങിൻ്റെ അവസ്ഥ നോക്കാം. നല്ല പ്ലേ ഈ റിലീസ് ബെയറിംഗ് ഉണ്ട്. അത് കൂടാതെ തന്നെ നല്ല മൂളിച്ചയാണ്. കൂടാതെ തന്നെ ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫുള്ളായിട്ട് ഡസ്റ്റ്, ക്ലച്ച് തീർന്ന പൊടി ഇതിനകത്ത് കയറിയിട്ട് ഫുള്ളായിട്ട് ജാമായിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളാണ് ഇതിന് ഉള്ളത്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കണം. നമ്മൾ കൈ വിടുമ്പോൾ പെതുക്കെ മാത്രമേ ഇത് താഴോട്ട് പോകുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൈ ഇട്ടിട്ട് നമ്മൾ കൈ എടുക്കുമ്പോൾ തന്നെ ഇത് ടക്കെന്ന് പോകണം. നമ്മളിപ്പം ഈ ലിവറെ വലിച്ചാൽ മാത്രമേ ഇത് താഴോട്ട് പോകുന്നുള്ളൂ. ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് പൊടി അഴുക്കുകയൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ക്ലച്ചിൻ്റെ റിലീസ് ബെയറിംഗ് നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്. അതുപോലെ തന്നെ മൂളിച്ചയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലച്ച് പ്ലേറ്റ്, അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ്, ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ റിലീസ് ബെയറിങ്ങും ക്ലച്ച് പ്ലേറ്റും ഒക്കെ മാറുന്ന അവസരത്തിൽ ഈ വെൽ ഹൗസിൻ്റെ ഈ പൊടി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ക്ലച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയുള്ളൂ. കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ റിലീസ് ബെയറിംഗ് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ അതേ ടൈറ്റ് നമുക്ക് ക്ലച്ചിന് കിട്ടും. നമ്മളിപ്പോൾ പുതിയ ക്ലച്ച് പ്ലേറ്റ് ഇതിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാലേ മനസ്സിലാവും ഇത്രയ്ക്ക് ഹൈറ്റിലാണ് ഇതിൻ്റെ റിവിറ്റിൻ്റെ ഭാഗം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വെട്ട് നോക്കിയാലേ മനസ്സിലാവും ഇപ്പോൾ എത്ര ആഴത്തിലാണ് ഈ വെട്ട് നിൽക്കുന്നതെന്ന്. ഈ ഡിസ്ക് നോക്കിയാലേ മനസ്സിലാവും ഫുള്ളായിട്ട് തേഞ്ഞു പോയ ഒരു അവസ്ഥയും കാര്യങ്ങളുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റിൻ്റെ ഇത് നോക്കാം. പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ നോക്കുമ്പോൾ എല്ലാം ഈക്വൽ ആയിരിക്കണം പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗർ നിൽക്കുന്നത്. അത് കൂടാതെ തന്നെ ഇത് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്തായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഈ പഴയത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഇത് താന്നു പോയിട്ടുണ്ട്. കൂടാതെ കുറേ ഫിംഗർ താന്നും പൊങ്ങിയാണ് നിൽക്കുന്നത്. അതപ്പോൾ ഇതിൻ്റെ പ്രഷറിന് വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഈ കേസിൽ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഈ റിലീസ് ബെയറിങ് ഈ പ്രഷർ പ്ലേറ്റ് വന്നിട്ട് ഈ റിലീസ് ബെയറിങ്ങിൽ വരെയും ഈ ഫിംഗർ പൊട്ടിപ്പോവും. ലാസ്റ്റ് ക്ലച്ച് തീർന്ന് വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ
തേഞ്ഞ് ഇത്രയും കുഴിയായിട്ട് ഇരിക്കുകയാണ്, ബ്ലേഡ് പോലെ ആയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിലുള്ളത്. ഇതാണ് ഇതിൻ്റെ പുതിയ റിലീസ് ബെയറിങ്. നമ്മൾ കറക്കി വിട്ട് കഴിഞ്ഞാൽ വേറെ മൂർച്ചയോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലേയും കാണില്ല. നമ്മൾ പഴയത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്ലേ ഉണ്ട്, അതുപോലെ തന്നെ കറക്കുമ്പോൾ നല്ല മൂളിച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഹുണ്ടായി i10ൻ്റെ ക്ലച്ചിൻ്റെ ടൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ക്ലച്ചിന് ചെറിയൊരു ടൈറ്റ് വരുമ്പോൾ തന്നെ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് തന്നെ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഈ ക്ലച്ച് കേബിളിന് ടൈറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് നോക്കുക. ആദ്യം ക്ലച്ച് കേബിൾ നോക്കുക. ക്ലച്ച് കേബിളിന് ടൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ക്ലച്ചിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിങ്, ആ വെല്ലോസിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് മാത്രമേ ക്ലച്ച് റിലീസ് ബെയറിങ്ങും ഒക്കെ ഫിറ്റ് ചെയ്യാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല മൈലേജിൻ്റെ കുറവ് നല്ല രീതിയിൽ അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യാനൊക്കെ നോക്കുന്ന സമയത്ത് വണ്ടിക്ക് പിക്കപ്പ് ഇല്ലാത്ത രീതിയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത്രയും ടൈറ്റായിട്ട് നല്ല രീതിയിലുള്ള ടൈറ്റാണ്. അതുപോലെ തന്നെ ഗിയർ ഇടാനുള്ള പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ക്ലച്ചിൻ്റെ പെഡൽ കുറയുന്നതുകൊണ്ടാണ് ആ ഒരു ഗിയറിന് ടൈറ്റ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം. ടൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട്, ക്ലച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ക്ലച്ചും കാര്യങ്ങളൊക്കെ മാറ്റി വിടുക, എന്നുണ്ടെങ്കിൽ വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹുണ്ടായി i10ൻ്റെ ക്ലച്ചിൻ്റെ ടൈറ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.